ഹേ ഗൈസ്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് ഹർഷുണ്ട്. ആൻഡ് നമ്മളിവിടെ ഇന്ന് വിക്ടോറിയ ഡേ ആണ്. ഫയർ വർക്ക്സ് കാണാനായിട്ട് വുഡ്ബൈൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ ക്യാബ് ലേറ്റായി. Hey guys, we reached Woodbine Beach. ഇവിടെ രാത്രി 8 മണിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ വി ആർ അറ്റ് വുഡ്ബൈൻ ബീച്ച്. ഇവിടെയാണ് നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ പോണേ. ഞാനിവിടെ കാനഡ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബീച്ച് കാണുന്നത്. ഇത് തണുപ്പ്. സോ ഇതാണ് നമ്മുടെ ബീച്ച്. നിങ്ങൾ നാട്ടിലത്തെ കടലൊക്കെ കണ്ടിട്ട് വന്ന് നോക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇവിടെ തിരയൊന്നുമില്ല എന്ന്. ഇത് കായലാണ്. ദാറ്റ്സ് വൈ there are no terrace. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സോ ബേസിക്കലി പറയപ്പെടുന്നത് ഇവിടെ കുറേ ഇൻഡിജിനസ് പീപ്പിൾ ഉണ്ടായിരുന്നല്ലോ പണ്ട്, യൂറോപ്യൻസ് ഇവിടെ വരുന്നതിന് മുന്നേ. ഡോണ്ട് ലാഫ് അറ്റ് മീ, ഐ ആം ജസ്റ്റ് ട്രൈയിങ് ടു ഗെറ്റ് മൈ വ്ലോഗ്സ് ഡൺ. അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെയാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം യൂറോപ്യൻസ് വന്ന് അവരെയൊക്കെ അടിച്ചോടിച്ചു, ഇവിടെ വേറെ സെറ്റിൽമെൻറ്റ് തുടങ്ങി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഷിപ്പ്രെക്സ് ഉണ്ട്. സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് അവർ കുറേ ഷിപ്പ്രെക്ക് ഇൻറ്റൻഷനലി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഹർഷ് അവൻ്റെ ക്യാമറയൊക്കെ കടിച്ചൊക്കെ തുറന്നുകൊണ്ട് ഇരിക്കുക. Go a little bit far. I'm not gonna blame anyone because weather നോക്കാതെ വെതർ നോക്കാതെ അന്തവും കുന്തവും ഇല്ലാതെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. എൻ്റെ ലൈഫിൽ ഇത്രയും വൃത്തിയായിട്ടൊരു ഡിസിഷൻ ഞാൻ എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു സൂര്യനും വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ വരാം, തണുപ്പൊന്നും കാണില്ല എന്ന്, ഇവിടെ മരിക്കുന്നതിന് തുല്യം. അങ്ങനെ നമ്മൾ 10:30-ക്കാണ് ഫയർ വർക്ക്. അപ്പോൾ 10:30-ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ടിമ്മിലേക്ക് പോവാം. ടിമ്മല്ലല്ലോ, മെക്ഡി റൈറ്റ്. വലിച്ച് വയ്യ, മുക്കും അടഞ്ഞ് വായു അടഞ്ഞ് തലയടഞ്ഞ് എൻ്റെ സൗണ്ടും പോയി. ഒന്നാമത്തെ കാര്യം ഞാൻ വെതർ നോക്കാതെ ഇറങ്ങി, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് ആരെയും കംപ്ലയിൻറ്റ് ചെയ്യൂല. ഞാൻ പെമ്പിളാരെ സമ്മതിച്ചേട്ടാ, ആ ബീച്ചിൻ്റെ അകത്ത് എല്ലാവരും എന്ത് തിൻ ക്ലോത്ത്സ് ഇട്ടിട്ടാണ് നിൽക്കണേ. നമ്മളിങ്ങനെ വന്നിട്ട് പോലും പറ്റുള്ള. മേ ബി ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഞാൻ റെഡി ആകുമായിരിക്കും. ഓ വൗ, ബ്യൂട്ടിഫുൾ.